10,000 FPO മേള 2025 പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട്ട് സംസ്ഥാനതല FPO മേള സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 21 മുതൽ 23 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അധികൃതർ അറിയിച്ചു. ഈ പ്രോഗ്രാമിന്റെ മേളയിൽ 3 ദിവസങ്ങളിലായാണ് പ്രോഗ്രാം നടത്തുന്നത്. ആദ്യ ദിവസം രാവിലെ ഇനോഗ്രേഷൻ പ്രോഗ്രാമും അത് കഴിഞ്ഞ് പ്രധാന അജണ്ടയായ B2B മീറ്റും കൂടെ ഈ മേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എഗ്രി ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന കർഷകരും അതുപോലെ കർഷക സംഘങ്ങളും അതോടൊപ്പം തന്നെ FPOകളും പിന്നെ വ്യവസായ പ്രമുഖരും കൂടി ചേർന്ന് ഒത്തുചേരുകയും ഒരു വിപണന ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയും അത് തുടർന്നും സ്ഥിരമായ ഒരു വിപണന ശൃംഖല അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് B2B മീറ്റ് സംഘടിപ്പിക്കുന്നത്. ബിസിനസ് കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കും സംരംഭകത്വം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണി ലക്ഷ്യമാക്കിയുള്ള ഉൽപാദന പ്രക്രിയ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കോഴിക്കോട് സംസ്ഥാനതല FPO മേള സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ചെറുകിട കർഷകർ, കർഷക കൂട്ടായ്മകൾ, FPOകൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉൾപ്പെടുത്തി ഫെബ്രുവരി 21 മുതൽ 23 വരെ 3 ദിവസങ്ങളിലായാണ് കോഴിക്കോട് FPO മേള ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും. ബിസിനസ് ടു ബിസിനസ് ഇടപെടലുകൾ, 70-ൽ പരം സ്റ്റാളുകൾ, കേര ഉൽപാദന സഖ്യ സംരംഭത്തിന് തുടക്കം കുറിക്കൽ, ടെക്നിക്കൽ സെഷനുകൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ പ്രത്യേകതകളെന്ന് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ രജനി മുരളീധരൻ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ സപ്ന S, ഡെപ്യൂട്ടി ഡയറക്ടർ സീമ BJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പയ്യാനിക്കൽ കോയവളപ്പിൽ നിർധന കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക്